കൊല്ലം ഇരവിപുരം വഞ്ചിക്കോവിലിൽ കാർ നിയന്ത്രണം തെറ്റി പോസ്റ്റിലിടിച്ച് അപകടം. പള്ളിമുക്ക് ഭാഗത്തു നിന്നും ഇരവിപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം തെറ്റിയത്. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് രണ്ടായി ഒടിഞ്ഞ് റോഡിലേക്ക് ചരിഞ്ഞു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങൾ കടന്നുപോയതിനു ശേഷമാണ് അപകടം സംഭവിച്ചത്. ഏകദേശം ഒരു 3-5 അടുപ്പിച്ച ഭയങ്കര സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് നമ്മളെ വീട്ടിന്റെ അത് ഇടിച്ച്, പിന്നെ അതിൻ്റെ ആ കേബിൾ വിഷയുണ്ട് അവരെ പോസ്റ്റും, പിന്നെ ബാക്കി 2-3 കേബിളുകാരുടെ ഉണ്ട് അവരുടേതും, പിന്നെ BSNL അവർക്ക് 4 കൂട്ടർക്ക് നഷ്ടമുണ്ട്. അതിനകത്ത് 4-5 കൂട്ടർക്ക് നഷ്ടമുണ്ട്. എന്തായാലും ഇന്ന് വഞ്ചിയിൽ ശ്രീ ശരവണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവമാണ്. എന്തായാലും കാവടിയും കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും ആളപായം ഉണ്ടാകാൻ ദൈവത്തിന്റെ ഒരു കൈപുണ്യം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. വാഹനത്തിൽ യാത്രക്കാരെല്ലാം ഓടിച്ച അയാൾ മാത്രമേ ഉള്ളായിരുന്നു. ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു. അമിത വേഗത തന്നെ കാര്യം. അപ്പം ഇത് സംഭവം അറിഞ്ഞ പോലീസിന് അവിടെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്നു. അത് അവര് നോക്കി അങ്ങനെ അയാളെ പരിശോധിച്ച് അയാൾ മദ്യപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ ഇട റോഡിൽ നിന്നാണ്ട് ബൈക്ക് കയറി വന്ന് വെട്ടിത്തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ടെന്നാണ് പറയുന്നത് അയാള്. അപ്പൊ ഇവിടെ ഈ ജംഗ്ഷനിൽ ഇവിടെ ഭയങ്കര അപകടമാണ്. ഇവിടെ 3 മരണം നടന്ന സ്ഥലമാണ് വഞ്ചിക്കട ജംഗ്ഷൻ. ഇവിടെ ഇവിടെ ഒരു കോർപ്പറേഷന്റെ ഒരു മിനി MCF കൂടി ഇരിപ്പുണ്ട് ഈ 4 റോഡ് ചേരുന്ന ഭാഗത്ത്. അതെന്ന് പറഞ്ഞാൽ ഈ മാളത്തെങ്ങ ഈ ചൂട്രക്കാവ് ക്ഷേത്രം വഴി വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ വഞ്ചിക്കോല് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഇവിടെ ഒരു അപകട സാധ്യതയാണ്. നിരവധി അപകടങ്ങൾ അവിടെ നടക്കുന്നത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇടറോഡുകൾ പ്രധാന റോഡിലേക്ക് ചേരുന്ന ഭാഗത്താണ് അപകടം നടന്നത്. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡിനും വൈഫൈ കണക്ഷൻ വലിച്ചിരുന്ന കേബിളുകൾക്കും ഉൾപ്പെടെ നാശനഷ്ടമുണ്ടായി. പള്ളിമുക്ക് സെക്ഷനിലെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.